രാസലഹരിയുടെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് കാട്ടാക്കട നിയമസഭാ മണ്ഡലം. ലഹരിക്കെതിരായ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഈ മാസം 10-ന് മാനവ ശൃംഖല സംഘടിപ്പിക്കും. NSS വോളണ്ടിയേഴ്സ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും എത്തി സർവേയും ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണവും പൂർത്തിയാക്കിയ ശേഷമാണ് ജനങ്ങളെ അണിനിരത്തി മാനവ ശൃംഖല സംഘടിപ്പിക്കുന്നത്. മതരാഷ്ട്രീയ ഭേദമന്യെയാണ് ലഹരി ഉപയോഗത്തിനെതിരെ കാട്ടാക്കട ഒരുമിക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന ലഹരി എന്ന വിപത്തിൽ നിന്ന് എന്തു വില കൊടുത്തും നാടിനെ മോചിപ്പിക്കുമെന്ന ദൃഢനിശ്ചയമാണ് വിപുലമായ ജനകീയ ക്യാമ്പയിന് തുടക്കമിടാൻ കാരണം. മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പയിന് കഴിഞ്ഞ മാസം 25-നാണ് തുടക്കമായത്. മലയൻകീഴ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വോളണ്ടിയർമാർ കാട്ടാക്കട മണ്ഡലത്തിലെ ഓരോ വാർഡുകളിലും കയറിയിറങ്ങി ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുകയാണ്. ഇതിനൊപ്പം സർവേയും നടക്കുന്നുണ്ട്. ഒരുപാട് വീടുകളിൽ ഇപ്പോൾ സർവേ ചെയ്ത് കഴിഞ്ഞു. നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് പോകുന്നുണ്ട് പ്രോഗ്രാം. എല്ലാവരും നല്ല സഹകരണമാണ്. ഇനി ഒരുപാട് വീടുകളുണ്ട്. എല്ലാവരുമായിട്ട് നല്ല സഹകരിച്ച് പോകാൻ കഴിയുന്നുണ്ട്. ലഹരിക്കെതിരായ ജനകീയ ക്യാമ്പയിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ മാസം 10-ന് മാനവ ശൃംഖല സംഘടിപ്പിക്കുന്നത്. കുണ്ടമൺകടവിൽ നിന്ന് ആരംഭിച്ച് മണ്ഡപത്തിൻകടവ് വരെയാണ് ലഹരിക്കെതിരായ ജനങ്ങളുടെ കൈകോർക്കൽ. കായിക വകുപ്പിന്റെ പിന്തുണയോടെയാണ് കാട്ടാക്കടയിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം.